പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവയുടെ ത്രിത്വസ്തുതിയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അവിടുത്തെ തൃപ്പാദത്തെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ സമർപ്പിക്കുന്നു. ആബാ പിതാവേ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കൈപിടിച്ച് പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുത്തെ എൻ്റെ കുഞ്ഞിനെ സമർത്ഥമായ ഗ്രഹിക്കണമെന്ന് അമ്മ മാതാവിൻ്റെയും നീതിമാനായ വിശുദ്ധ പിതാവിൻ്റെയും സകല അപ്പസ്തോലന്മാരുടെയും തൃക്കരങ്ങളിലൂടെ ഞങ്ങളോട് ഞങ്ങളെ പിതാവേ സ്തോത്രം, യേശുവേ സ്തോത്രം. എത്രയും ദയുള്ള മാതാവേ, ഭാവിയായി ഞാൻ നിന്റെ ദയയുടെ ആഴ്ച കാത്തുകൊണ്ട് സമൂഹത്തിൽ നിൽക്കുന്ന എൻ്റെ അവതരിച്ച അവതരണത്തിന് മാതാവേ, ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരമാറ്റിടും ചന്തമേറും ദീപമേ. ആശ്രയിക്കുന്ന മോഹനാദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിയും തണലിൽ കഴിയുന്നവനും കർത്താവിനോട് സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടത്തകളിൽ നിന്നും മാരകമായ മഹാമാരിൽ നിന്നും രക്ഷിക്കും. തൻ്റെ ദുബലം കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകൻ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളെല്ലാം ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കുവാൻ അവിടെ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മഴലിന്റെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ ഒരു ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും.
അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. मैं तेरी आंखों में उदासी कभी देख सकता नहीं, तुझे खुश मैं रखूंगा सोने। तेरे दिल से ना कभी खेलूंगा, सारे राज अपने मैं तुझको दे दूंगा। मेरी जान तूने मुझको पागल है किया, मेरा लगता ना जिया तेरे बगैर। छूने से तेरे हाँ तेरे फीकी रुतों को रंग लगे, तेरी दिशा में क्यों चलने से मेरे पैरों को पंख लगे। रहना मेरे काम का जग सारा हो बस तेरे नाम से ही गुजारा। उलझ के यूं ना सुलझ न सकूं, तू मान मेरी जान मैं तुझे जाने ना दूंगा। मैं तुझको अपनी बाहों में छुपा के रखूंगा। तू मान मेरी जान मैं तुझे जाने ना दूंगा। मैं तुझको अपनी आंखों में बसा के रखूंगा। तू मान मेरी जान। तू थोड़ी देर और ठहर जा सोने ना, तू थोड़ी देर और ठहर जा, तू थोड़ी देर और ठहर जा ज़ालिमा, तू थोड़ी देर और ठहर जा। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया। दिल के नगर में शहर तू बसा ले पिया। मैं साया बन के साथ तेरे रहना 24 घंटे, मैं रहना 24 घंटे। मैं आंखों से चुरा लूं जाना तेरे जो भी गम थे, हाय तेरे जो भी गम थे। मेरी बाहों में आके तू जाना नहीं, ऐसी रब से मैं मांगू दुआ। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया। दिल के नगर में शहर तू बसा ले पिया। जे तेन धूप लगे आवे तां मैं छाँव बन जावां, तेरी खुशियों के खातिर मैं सारे जग से लड़ जावां। है मेरी यही आरज़ू कि तेरा ही मैं साथ दूं, तेरा बन के रहूं सदा मैं परछावा।
വിവാഹ വാഗ്ദാനമെന്ന അങ്ങനെ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ വിവാഹമെന്ന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു ഒരുക്കത്തിൻ്റെ നാളുകളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകമായ പ്രിയപ്പെട്ട അന്യനും അതുപോലെ തന്നെ മനസ്സിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും കൃത്യമായിട്ട് മലക്കോട് ഇടവക സമൂഹത്തിലേക്ക് വികാരിച്ചിരുന്നു നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വളരെ പ്രത്യേകമായിട്ട് നിർമ്മലമായിട്ട് ചേർന്നിരിക്കുന്നത് പ്രിയമാനപ്പെട്ട ഫാദർ ബോബി മരിയാച്ചൻ, അതുപോലെ തന്നെ ഫാദർ ജോസ് പൂവമ്പിക്കുന്നതിനച്ഛൻ, അച്ഛൻ ബോഡോപ്പള്ളി വികാരിച്ചനാണ്. അച്ഛനാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ സന്ദേശം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ശുശ്രൂഷയിലേക്ക് ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മറ്റൊരു സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥാനമുള്ള പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥാനമുള്ള പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥാനമുള്ള പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും എന്നേക്കുമേ പാടുന്നു. ആമേൻ. സൃഷ്ടിക്കുകയും സ്നേഹമുണ്ടായിരിക്കുകയും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തെരഞ്ഞെടുത്ത വലയിക്കാരെയും അനുഗ്രഹിച്ചിടത്താമേ. വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസനെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കുകയാണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരൻ എന്നേക്കും. 34 ഭവിച്ച ദൈവമേ, യിസ്ഹാക്കിന്റെ ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ വിവാഹ വാഗ്ദാനം നടന്നിരിക്കുന്ന ദാസനെ അനുഗ്രഹിക്കുകയാണമേ. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ എങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെ വ്യാജഭാഷണത്തിൽ നിന്ന് അത് സമാധാനത്തിൽ പിന്തുടരുകയും പിതാവിനും പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാവുന്നതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളെന്നതിന് മുടിഞ്ഞുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങനെ സകലത്തിൻ്റെയും നാമം സൃഷ്ടാവുമാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. സഹോദരനും കർത്താവേ, നിന്റെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധ്യസ്ഥനും ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനും അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്ന
വിരുദ്ധാലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്ക് സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവരെ കൈകൂപ്പി വണങ്ങിയിടാം. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിന്നും സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധിയോടെ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. 11 അധ്യായം 12 മുതൽ 15 വരെ തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല. കാരണം യജമാനൻ ചെയ്യുന്നത് എന്തൊരു ദാസനും അറിയുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എൻ്റെ പിതാവിന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. അലക്സ്, അനിറ്റ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അലക്സ് അനിറ്റയും ഇന്ന് വിവാഹ വാഗ്ദാനം നടത്തുകയാണ്. വിവാഹ വാഗ്ദാനം നടത്തുന്നത് അടുത്ത ദിവസം വിവാഹിതരാകാൻ വേണ്ടിയിട്ടാണ്. വിവാഹിതരാകുന്നതിനെയും ഇന്നത്തേക്കും കൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. അതിനു വേണ്ടിയിട്ടുള്ള ദൈവസന്നിധിയിലുള്ള ഒരു സ്ഥിരീകരണമാണ് ഇവിടെ നടത്തുന്നത്. നമ്മിപ്പോൾ വായിച്ചു വരുന്ന സുവിശേഷ ഭാഗത്ത് കർത്താവ് പറയുന്ന സന്ദേശത്തിനാണ് നിങ്ങൾ സ്നേഹത്തിൽ നിലനിൽക്കുക. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന്. മനുഷ്യ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഒട്ടേറെ മേഖലകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി മേഖലകളുണ്ട്. ആ മേഖലകളിൽ ഒന്നിലും പെടാതിരുന്ന രണ്ട് വ്യക്തികൾ, രണ്ട് വ്യത്യസ്ത ദിക്കുകളിൽ താമസിച്ചിരുന്നവർ, രണ്ട് വ്യത്യസ്ത ദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ കർത്താവിൻ്റെ കൃപയാൽ കണ്ടുമുട്ടി പരസ്പരം സ്നേഹിക്കാൻ ദൃഢപ്രതിജ്ഞരായിത്തീരുകയും വിവാഹമെന്ന ഉദാശയിലൂടെ സ്നേഹിക്കാൻ പരസ്പരം കടപ്പെടുത്തുകയും ആ സ്നേഹത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് നാളിതുവരെയും സ്വന്തമാക്കിയിട്ടില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ മേഖലയാണ്. ഇന്ന് വരെയും അവരുടെ സ്നേഹത്തിൻ്റെ മേഖല മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് എല്ലാം ഉള്ള ബന്ധങ്ങളുടെ മേഖലയിൽ നിന്ന് ഉയർന്നിരുന്നതാണ്. എന്നാൽ അവർ വിവാഹത്തിൻ്റെ നാൾ മുതൽ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ അതിശയിക്കുന്ന, സഹോദരങ്ങളോടുള്ള സ്നേഹത്തെ അതിശയിക്കുന്ന, മറ്റെല്ലാ സുഹൃത്തുക്കളോടും ഉള്ള സ്നേഹത്തെ അതിശയിക്കുന്ന ഒരു ദൃഢമായ ആഴമേറിയ ആത്മബന്ധത്തിലേക്ക് അവർ കടന്നു വരികയാണ്. അതാവട്ടെ വിവാഹനാൾ മുതൽ മരണം വരെയും നിലനിൽക്കേണ്ട ഒരു ജീവിതമാണ്. അതിനവരെ പ്രാപ്തരാക്കുന്നത് ദൈവമാണ്.
ദൈവമാണ് അവർക്ക് അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ടുള്ള അവസരം നൽകിയത്. ദൈവമാണ് അവരെ കൂട്ടുമുട്ടിക്കുന്നത്. സ്വാഭാവികമായും അതിനിടയിൽ ഒരു മധ്യസ്ഥനുണ്ട്, ഒരു ദൈവദൂതൻ, റഫായേൽ മാലാഖയെ പോലുള്ള ഒരു ദൈവദൂതൻ. ദൈവം സ്നേഹമാണ് എന്ന വസ്തുത നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടുമാണ് മുന്നേറുക. സ്നേഹമാകുന്ന ദൈവം സ്നേഹത്തിൽ വ്യാപരിക്കുവാൻ രണ്ട് വ്യക്തികളെ ഒരുമിച്ച് നിർത്തുകയാണ്, ഒരുമിച്ച് അവരെ ഒരു ദൗത്യം ഫലമേൽപ്പിക്കുകയാണ്. ആ സ്നേഹം ജീവന് വഴിമാറിക്കൊടുക്കാനായിട്ടുള്ളതാണ്. ജീവനിലേക്ക് തുറവയുള്ള ഒരു സ്നേഹമായി ജീവിക്കുവാൻ, ഫലദായകമായ ഒരു സ്നേഹമായി തീരുവാൻ അവരെ ദൈവം നിയോഗിക്കുകയാണ്. ഇതാകട്ടെ ഇവ രണ്ടു കൂട്ടരുടെയും മാതാപിതാക്കളുടെ വിവാഹ ജീവിതത്തിൻ്റെ സഫലീകരണം കൂടിയാണ്. രണ്ട് വ്യത്യസ്ത ദിക്കുകളിൽ, രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിൽ വിവാഹത്തിനായി കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അവർക്ക് ജനിച്ച രണ്ട് മക്കളാണ് ഇവർ. ഇന്ന് ഈ വിവാഹത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ, വിവാഹ വാഗ്ദാനത്തിൻ്റെയും വിവാഹത്തിൻ്റെയും മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്, അവരുടെ നിർവൃതിയാണ്. തങ്ങൾ വിവാഹിതരായി രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ സഫലീകരണമാണ് മക്കളുടെ വിവാഹത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതിനാൽ തങ്ങളെ പോലെ തങ്ങളുടെ മക്കളും വിവാഹിതരായി കാണുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ഇന്ന് കാണുന്ന കുടുംബജീവിത മേഖലയിൽ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറിപ്പോകുന്ന ഒത്തിരി കുടുംബങ്ങളെയും ദമ്പതികളെയും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കൃപയും അനുഗ്രഹവും യാചിച്ചുകൊണ്ട് കർത്താവെ മരണം വരെയും ഈ ജീവിതം ധന്യമായി, സന്തോഷകരമായി, ദൃഢതരമായ ആത്മൈക്യത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവരോടൊപ്പം ഇവരുടെ മാതാപിതാക്കൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഇവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കണമേ, ഫലദായകമാക്കണമേ, നിലനിൽക്കുന്നതാക്കണമേ, സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവാൻ ഓരോ ദിവസവും ഇവരെ പ്രാപ്തരാക്കണമേ എന്ന്. അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇന്ന് ദേവാലയത്തിൽ വെച്ച് ഈ വിവാഹ വാഗ്ദാനം നടത്തുക. ഇനിയുള്ള ഒരുക്കത്തിൻ്റെ ആഴ്ചയാണ് ഇവരുടെ മുമ്പിലുള്ളത്. ഒരുക്കത്തിൻ്റെ ആഴ്ച വിവാഹത്തിൻ്റെ ദിനത്തിലേക്ക് ഇവരുടെ ഹൃദയങ്ങളെ, ആത്മാവിനെ, ശരീരത്തെ, ജീവിത സാഹചര്യങ്ങളെ എല്ലാറ്റിനെയും ബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമം വിജയകരമാക്കി തീർക്കണം. ഒരുക്കത്തിൻ്റെ കാലയളവാണ്. ഈ ഒരുക്കത്തിൻ്റെ കാലയളവ് ബാഹ്യമായ മോഡുകളിലല്ല, മറിച്ച് ആത്മസമർപ്പണത്തിനുള്ള ഒരു ഒരുക്കമാണ്, ഹൃദയത്തിൻ്റെ ഒരു ഒരുക്കമാണ്. ജീവിത പങ്കാളിയെ മനസ്സുകൊണ്ട് അറിയുവാനും അറിഞ്ഞ് സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനും ആ സ്നേഹം ഒരു ആഴമേറിയ സമർപ്പണമാക്കി മാറ്റുവാനും ആ സമർപ്പണത്തിലൂടെ മരണം വരെയും, ഏറെക്കാലത്തെ മരണം വരെയും, അതുപോലെ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനും ആ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ദൈവസന്നിധിയിൽ അവരെ ഇതുപോലെ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ദൗത്യ നിർവഹണത്തിലേക്ക് ഇവരെ ഒരുക്കണമേ എന്നാണ് ഇവർ പ്രാർത്ഥിക്കുക. സഭാസമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുക. മാതാപിതാക്കളും ഇവിടെ കൂടിയിരിക്കുന്ന ബന്ധുക്കളും മിത്രങ്ങളും സ്വന്തക്കാരും അഭിനിരാംശങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക. ഇവിടെ ഒരു കൊച്ചു ചിന്ത മാത്രമേ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അതിതാണ് ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വിവാഹമെന്ന ഒരു വലിയ സ്വപ്നം സഫലമാകാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ആദ്യഘട്ടത്തിൽ ജീവിത പങ്കാളിയെ തിരിച്ചറിഞ്ഞു. 2 വിവാഹം ഉറപ്പിച്ചു, 3 വിവാഹ വാഗ്ദാനം നടത്തി. ഇനി വിവാഹ ദിനത്തിൽ പരസ്പരം സമർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ 2 വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കിയാൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രാർത്ഥന? കർത്താവേ, എൻ്റെ പ്രതീക്ഷയ്ക്കൊത്തുള്ള
ജീവിത ഭാര്യ പ്രാർത്ഥിക്കും, എൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരുന്ന ഒരു ഭർത്താവായിരിക്കണമേ. ഭർത്താവ് പ്രാർത്ഥിക്കും, എൻ്റെ പ്രതീക്ഷകൾക്കൊപ്പം ഉയരുന്ന ഒരു ഭാര്യയായിരിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നല്ലതാണ്, അത് നിലനിർത്തണം. പക്ഷേ ആ പ്രാർത്ഥന കൊണ്ട് ഒതുക്കാൻ പാടില്ല. പിന്നെന്താണ്? എൻ്റെ പങ്കാളിയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനായിട്ടുള്ള കൃപ കർത്താവേ നീ എനിക്ക് നൽകണമേ എന്നും കൂടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. പങ്കാളിയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനായിട്ടുള്ള ഒരു സന്നദ്ധതയും ആഗ്രഹവും ചേർന്ന് വരുമ്പോഴേ ചേരുപ്പടി ചേരുകയുള്ളൂ. അതാണ് ഇന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടതും കുറഞ്ഞു പോകുന്നതും അവഗണിക്കപ്പെട്ടു പോകുന്നത്. പങ്കാളിയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനായിട്ട് തന്നെ ക്രമപ്പെടുത്തി അഡ്ജസ്റ്റ് ചെയ്ത് പങ്കാളിയുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനായിട്ടുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ഒരുക്കിയെടുക്കുക. 2, ആ പങ്കാളിയുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ പങ്കാളിയെ നാളിതുവരെയും എനിക്കൊരു പങ്കാളിയാക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരുന്ന അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനും അംഗീകരിക്കാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും കർത്താവേ നീ എനിക്ക് നൽകണമേ. എനിക്ക് വേണ്ടി അവിടുന്ന് സജ്ജമാക്കിയ ഒരുക്കിയെടുത്ത ജീവിത പങ്കാളിയെ രൂപപ്പെടുത്തുവാനായിട്ട് ജന്മം നൽകുവാനും അവരെ വളർത്തുവാനും രൂപപ്പെടുത്തുവാനും ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കുവാനും സഹായിച്ചിട്ടുള്ള അവരുടെ മാതാപിതാക്കളോട് ജീവിത പങ്കാളിക്കുള്ള കടപ്പാട് മനസ്സിലാക്കിയും ആ ജീവിത പങ്കാളിയോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമായി അവരുടെ മാതാപിതാക്കളെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളുവാനും അവരെ സ്വന്തം മാതാപിതാക്കളായി കാണുവാനായിട്ടുള്ള ഹൃദയവിശാലി കർത്താവേ നീ എനിക്ക് നൽകണമേ എന്ന് ഇരുവരും പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കളുടെ ജീവിതവും ധന്യമായി തീരും. അവർക്ക് കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും വിശാലമായ ഒരു കുടുംബ ബന്ധത്തിൻ്റെ മേഖലയിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് 2 വ്യക്തികൾ തമ്മിൽ മാത്രമല്ല 2 കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹമാണ് നടക്കുന്നത്. 2 കുടുംബങ്ങളാണ് വിവാഹിതരാക്കിയിരുന്നത് എന്ന തിരിച്ചറിവോടുകൂടി അവർ പരസ്പരം വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായിത്തീരുവാനും ഒപ്പം തങ്ങൾ മക്കൾ മാത്രമല്ല തങ്ങൾ മരുമക്കൾ കൂടിയാണ് എന്ന ചിന്തയോടെ വ്യാപരിക്കുവാനും അതുപോലെ തങ്ങൾക്ക് ഒരു മകനും ഒരു മകളും പുതുതായി ലഭിച്ചിരിക്കുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടെ 2 കൂട്ടരുടെയും മാതാപിതാക്കൾക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാനും ഇടയാകുന്ന ഒരു സന്ദർഭമാണ് വിവാഹം. പ്രിയപ്പെട്ടവരെ, ഈ വിവാഹ വാഗ്ദാനം വിവാഹത്തിലേക്ക് എത്തുന്നതും വിവാഹത്തിൽ നിന്നും അത് മരണം വരെ നിലനിൽക്കുന്ന സന്തോഷകരമായ അനുഗ്രഹീതമായ ഒരു ജീവിതമായി തീരുമാനം വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് സ്നേഹം പ്രകാശിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് സ്നേഹം തന്നെയായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തോട് ഒപ്പം ചിരിക്കുവാൻ പരിശ്രമിക്കാം. വൈവാഹിക ജീവിതത്തിലെ സ്നേഹത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ്. കാരണം ദൈവമാണ് സ്നേഹം. ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നൽകുന്ന നാം ഓരോരുത്തരെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ ദാസരുടെ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനുമുള്ള അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും വിവാഹത്തിൻ്റെ വാഗ്ദാനത്തിലൂടെ നടത്തുവാൻ പോകുകയാണ്. സാക്ഷികൾ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഭാഗത്തിലും സാക്ഷികൾ ശരിയായ അറിവോടും സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുന്ന അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. തിരുസഭയുടെ നടപടിയമനുസരിച്ച് അതിനെ സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ വിശുദ്ധിയുടെ നിയമവും തിരുസഭയുടെ നടപടിയമനുസരിച്ച് വിവാഹങ്ങളുടെ ഉദാശയിലൂടെ ജോണിനെ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹം നടത്തിയ ജോലിനെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്ത് ദാസങ്ങളുടെ കാര്യത്തിന് വലകയിൽ നിൽക്കണമേ. ഞങ്ങളുടെ മിയമര്യത്തിലെയും തിരുക്കുടുംബനാഥനായ മാറിയോസേപ്പിൻ്റെയും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാസിന്റെ കാര്യം പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശേഷിയായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിലെയും നാഥ എന്നേക്കും നിങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തെ അവിടെ നിന്ന് വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന് കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹാമിനെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസവും സദന സ്നേഹത്തിലും മനുഷ്യജീവിതത്തിലും മുതലമാകട്ടെ. തീഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹങ്ങളുടെ ഉദാശയ്ക്കായി അറിയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെയും ഈ ചെല്ലുമ്പോൾ മക്കളെല്ലാവരെയും ദൈവം എന്നേക്കും വിശ്വസിക്കാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവം മക്കളോട് പുരുഷ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും Running late on a Wednesday, shortcut by the freeway, locked eyes as you passed me, two hearts on a cold street, looking back at the same time, I feel your warmth, did you feel mine? I get the urge but I can't speak, two hearts on a cold street. I know this sounds crazy, but this could be fate, but I'm thinking maybe that you feel it too. Tell me, are you busy? And tell me you can stay, 'cause I'm thinking maybe for you I would travel to outer space, take a bullet to the heart just to keep you safe. For you, anything for you. With you the years just fade away, like a dream in my arms but I'm wide awake. With you, whenever I'm with you. Ain't it funny how the time flies? Now you're here as my wife. Remember how you met me? Two hearts on a cold street, 3 kids in a big house. Can't believe we're here now. Your warmth has never left me. Two hearts on a cold street, and now it's not crazy. I told you it's fate. Remember that day as I lay here with you. So happy you weren't busy, I'm glad that you stayed. I still feel the same. എല്ലാവർക്കും നമസ്കാരം. This is the day which the Lord has made. Let us rejoice and be glad in it. Psalm 118, chapter 24. ബൈബിളിൽ പറയുന്ന പോലെ തന്നെ ദൈവം നമുക്കായി ഒരുക്കിയ ഈ സുദിനം നമുക്കൊന്നിച്ച് സന്തോഷിച്ചായിരിക്കാം. Now let me introduce myself. I am Bronia Tommy, the bride's cousin.
we have our newly betrothed couple who is going to come now. So let's invite them with a huge round of applause. എല്ലാവരും നല്ല കൈയ്യടി കൊടുക്കാവോ? And Alex Matthew. Both of you looking gorgeous, absolutely stunning. Now do a catwalk towards the stage, please. Come on, let's see the best out of you. ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിരിക്കുന്ന എല്ലാ അതിഥികളും ഞങ്ങൾ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Now let me introduce ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Okay, Anita, Dr. Anita Babu. She studied her BDS at Srinivas, Mangalore. She has worked in FXC Chittarikal and is currently working in Ireland. Doesn't she look absolutely stunning? Give her a huge round of applause and cheer her up. Can everyone give a huge round of applause, please? കുറച്ച് കൈകളിലൊക്കെ ഉണ്ട്, കുറച്ചും കൂടിയൊക്കെ ആവാം, കുറേ പേര് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സൗജേട്ടാ, സൂപ്പറായിട്ട് അടിക്കുക. So now, moving on to Alex. He studied his MBA from Marian College, Kuttikanam, and is currently working as financial analyst at ADP in Hyderabad. As he stands here today to embark this wonderful journey of love and commitment, let's give him a warm welcome. Put your hands together for Alex. Okay, anyway, thank you. So, ഇത്രയും മനോഹരമായ ഈ വേദി ഇവരെ തന്നെ നിർത്തുന്നത് ശരിയല്ല, അല്ലേ? സോ നമുക്കറിയാം ഇവരുടെ മാതാപിതാക്കൾ വളരെ നല്ല മാതൃകയിൽ ഇവരെ വളർത്തിയത് കൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ അനുഗ്രഹീതമായ ഇവരുടെ ഈ യാത്രയിൽ നമ്മളെല്ലാവരും സാക്ഷി വഹിക്കാനുള്ള കാരണമായ ഇവരുടെ മാതാപിതാക്കളെ നമ്മൾക്ക് ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. First, let me invite Alex's mom, Mrs. Rani Matthews, to the stage. Saint Matthew Joseph, I'm sure who is looking down from heaven upon you both and giving us blessings. So moving on now, let's welcome Anita's parents, Mr. Babu Joseph Anyara and Miss Jessie Babu Anyara, to the stage, please. നല്ല കൈയ്യടി കൊടുക്കാവോ? ബാബുജി, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കാറ്. ബാബുജിക്ക് എന്താ പറയാനുള്ളത് ചോദിക്കാം മകളോട്. എന്തെങ്കിലും മെസ്സേജ് ഷോർട്ട് ആയിരിക്കണേ, രാഷ്ട്രീയക്കാരനായിരുന്നു, ഷോർട്ട് മെസ്സേജ് വശമില്ല. പ്രസിഡന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മിസ്റ്റർ അലക്സിനെ അദ്ദേഹത്തിൻ്റെ വിഭാഗങ്ങളെ അനേക ഫാമിലേക്ക് സ്വാഗതം ചെയ്യും. പ്രത്യേകിച്ച് വേറൊന്നിരിക്കുവാനാണില്ല, ഒപ്പം തന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകളും വളരെയധികം ടാലന്റ് കഴിച്ച് ഒക്കെ ഇവിടെ വന്ന് നമുക്കറിയാം. എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. Marketing and sales team and looking after 3 districts there. So please welcome Nala to the stage. Alex's younger sister, who is working as a consultant in a private firm at Incopa and also pursuing her CMA. Finally, let's invite Anita's one and only brother, Jeffrey Babu Anyara, to the stage. Come on, team! Cheers for him! Okay. He's an entrepreneur with an architecture and advertising establishments of his own. He's thriving in this world, and let's all hope and give him all the success. So next, ജെഫ്രിക്ക് കൈയടി കിട്ടാൻ വേണ്ടി തന്നെ അവരൊരു ഫുൾ ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ക്ലാസ്മേറ്റ്സ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ കൈയടിച്ചിട്ടുണ്ട്. യു ഗോട്ട് എ ഗുഡ് ഫാൻ ബേസ്. സോ മൂവിംഗ് ഓൺ, ഇനി അടുത്തതായിട്ട് കേക്ക് കട്ടിംഗ് അലക്സ് ആൻഡ് അനീറ്റ ടു കട്ട് ദി കേക്ക്.
nobody like you. I saw you order up on my tie, and suddenly I wanted to. Got your name, got your number, and we talked till they turned on the lights. I was looking for a long time. I didn't know that night I'd find my person, my heartbeat, my slow dance, my Sunday morning sipping on coffee in bed, my know when you know best friend, the stealer of my t-shirts, my reason for speeding home from work, my saving grace, my everything, but never been more sure that you're my person. Even when you blow the punchline, nobody makes me laugh like you do. Every minute is a long time if I ain't holding on to you. You're my stand on the weekend, you're my come undone. You're my call home saying it's more than love. Mama, she's the one. Yeah, you're my person, my heartbeat, my slow dance, my Sunday morning sipping on coffee in bed, my know when you know best friend, the stealer of my t-shirts, my reason for speeding home from work, my saving grace, my everything, but never been more sure that you're my person. Look ahead up the road and you know I see you there, rocking chair, little gray in your hair. Yeah, I'm still gonna stare, cause you're my person, my heartbeat, my slow dance, my Sunday morning sipping on coffee in bed, my know when you know best friend, the stealer of my t-shirt, my reason for speeding home from work, my saving grace, my everything, but never been more sure that you're my person. Yeah, baby, you're my person. Going out tonight changes into something red. Her mother doesn't like that kind of dress. Everything she never had, she's showing off. Driving too fast, moon is breaking through her hair. She's heading for something that she won't forget. Having no regrets is all that she really wants. We're only getting older, baby, and I've been thinking about it lately. Does it ever drive you crazy? Just how fast the night changes. Everything that you've ever dreamed of disappearing when you wake up. But there's nothing to be afraid of. Even when the night changes, it will never change me and you. Chasing it tonight, doubts are running round her head. He's waiting, hides behind a cigarette. Heart is beating loud and she doesn't want it to stop. Moving too fast, moon is lighting up her skin. She's falling, doesn't even know it yet. Having no regrets is all that she really wants. We're only getting older, baby, and I've been thinking about it lately. Does it ever drive you crazy? Just how fast the night changes. Everything that you've ever dreamed of disappearing when you wake up. But there's nothing to be
and you. Going out tonight changes into something red. Her mother doesn't like that kind of dress. Reminds her of the missing piece of innocence she loves. We're only getting older, baby, and I've been thinking about it lately. Does it ever drive you crazy? Just how fast the night changes. Everything that you've ever dreamed of disappearing when you wake up. But there's nothing to be afraid of, even when the night changes. Everything that you've ever dreamed of disappearing when you wake up. But there's nothing to be afraid of, even when the night changes. It will never change, baby. It will never change, baby. It will never change me and you. You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find. Only you can set my heart on fire, on fire. Yeah, I'll let you set the pace, 'cause I'm not thinking straight. My head's spinning around, I can't see clear no more. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me like you do. Touch me like you do, touch me like you do. What are you waiting for? Love me like you do, love me like you do, like you do. Love me like you do, love me.
दिल में जो छुपा तुमको क्या पता है, होना है वही जो रब ने है लिखा। मेरे बेवजह हंसने की तू वजह है, साया बन के रहना चाहता हूँ बस तेरा। इतना क्यों है हमें फासला फासला, दुख से भरी है ये दास्तां। माना मेरा कुछ भी नहीं तू, फिर भी मेरे पास ही तू। अब तू ही ये बता दे क्या है तुझसे वास्ता।